എല്ലാവർക്കും അഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയെ കുറിച്ചാണ്. നമ്മളെല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ പ്രധാനമായൊരു സസ്യമാണ് കറിവേപ്പില. 3 കറിവേപ്പിലയുണ്ട്. ആ 3 എണ്ണത്തിനെയും നശിപ്പിക്കാൻ 3 പേര് വന്നിട്ടുണ്ട്. നമുക്കതിനെ നശിപ്പിച്ച് കളയാം. വരുമോ? ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആള്. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കറിവേപ്പില. ഇതിലും ഒരു ആൾ ഉണ്ട് നശിപ്പിക്കാൻ. ഇതാണ് ആള്. ഇതാണ് ആള്. ഇതാണ് ഞങ്ങളുടെ വലിയ 3ാമത്തെ കറിവേപ്പില. ഇതിനെ നശിപ്പിക്കാൻ ഒരാളുണ്ട്. ഇതാണ് ആള്. ഇല മഞ്ഞളിപ്പ്, ഇല മുരടിപ്പ്, ഇല ചുരുളിപ്പ്, പിന്നെ ബ്ലാക്ക് സ്പോട്ട്, ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട്, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമിഡാക്ലോപ്രീഡാണ്. ഇമിഡാക്ലോപ്രീഡ് മാജിക്, ട്രോപ്പിക്കൽ മാജിക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 3 ml മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താണ്. കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ സ്പ്രേ ചെയ്ത് കൊടുത്തതിൻ്റെ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം ഈ പൊട്ടിക്കിളിക്കുന്ന ഇലയൊക്കെ നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് പൊട്ടിക്കിളുത്ത് വരുന്നത്. ഇത് തന്നെ ഞാൻ ഇങ്ങനെ കുറ്റി പോലെ, എൻ്റെ ഈ 3 കറിവേപ്പും നല്ല കുറ്റിച്ചെടി പോലെയാണ് നിൽക്കുന്നത്. കണ്ടോ? ഇതിന് ഞാൻ മണ്ട ഒടിച്ചെടുക്കത്തേ ഉള്ളൂ. ഇല ഇതിൽ നിന്ന് ഊരി ഞാൻ എടുക്കത്തില്ല. മണ്ട ഒടിച്ചെടുക്കും തോറും ഇങ്ങനെ കുറ്റി പോലെ നിൽക്കും. കണ്ടോ? ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ 3 ml എടുത്തതായിരുന്നു. ഞാൻ എടുത്ത അടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ സിറപ്പ് കൊടുക്കുന്നതിൻ്റെ അടപ്പുണ്ടല്ലോ, അതുപോലത്തെ അടപ്പിലെടുത്താൽ മതി. ഞാൻ ഇത് മേടിച്ചപ്പം അതിൻ്റെ കൂടെ കിട്ടിയ അടപ്പായത് ഇച്ചിരി വലുതാണ്. ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കാണിച്ചു തരാം. കറിവേപ്പിനല്ല, കാണിച്ചു തരാം. അതുകൊണ്ട് മരുന്ന് കുറഞ്ഞാലും വേണ്ടില്ല, അത് കൂടരുത്. കൂടിയാൽ പണി കിട്ടും. അപ്പം ഞാൻ ഇച്ചിരി കൂട്ടി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചീരയിലൊക്കെ കണ്ടോ ഇച്ചിരി കൂടിപ്പോയതിൻ്റെ എൻ്റെ ചീരയിലൊക്കെ, അതുകൊണ്ട് ഡോസ് കൂടിയതിൻ്റെയാണ് എൻ്റെ ചീരയിലൊക്കെ അത് എങ്ങനെയായിപ്പോയത്. അതുകൊണ്ട് എടുക്കുമ്പം ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, കൂടുതൽ എടുക്കരുത്. എടുത്താൽ പണി കിട്ടും. നല്ല എഫക്റ്റുള്ള ഒരു മരുന്നാണത്. ഒരു സ്പ്രേയറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 3 ml ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിൻ്റെ അടിവശത്ത് മുകളിലുമായിട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പുഴു ശല്യത്തിനൊക്കെ നല്ലതാണ്. ഇല മഞ്ഞളിപ്പം മാറിക്കിട്ടും. ഇല പുഴിച്ചെല്ലും നല്ലതാണ്. അപ്പം നമുക്കിതിൻ്റെ അടിവശത്ത് അടിച്ചു കൊടുക്കാം. മുകളിലും അടിയിലുമായിട്ടൊക്കെ നമുക്ക് അടിച്ചു കൊടുത്താൽ നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ പൊട്ടിക്കിളുക്കുകയും ചെയ്യും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ എടുക്കാനും പറ്റും. അതിൽ എനിക്ക് ഒരു ഇല പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നേ. മുഴുവൻ എൻ്റെ ഈ വലിയ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, മൊത്തവും ഇതുപോലെ ബ്ലാക്ക് സ്പോട്ടായിരുന്നു. ഉണ്ടോ? ഇതിൻ്റെ ഇലയെല്ലാം പുഴു തിന്ന് ഒരു പരുവത്തിലാക്കി വെച്ചേക്കാം. അപ്പം മഴയായിരുന്നുകൊണ്ട് നമുക്ക് മരുന്നൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ.